ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടൊരു ധാബ സ്റ്റൈൽ കറിയാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ബൈ. സോ നമുക്ക് കറിക്കായിട്ട് വേണ്ടത് കടലപ്പരിപ്പ് കുതിർത്തെടുത്തതാണ്, അരമണിക്കൂർ. ഒരു ബൗൾ ഓഫ് കുതിർത്ത് വെച്ചിരുന്നായിരുന്നു. അപ്പം ഇതും ഇതാ ഉള്ളി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്, മല്ലിയില, പിന്നെ പച്ചമുളക് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. സ്പൈസ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കുട്ടികൾക്ക് കൂടെ കഴിക്കേണ്ടതുകൊണ്ട്. പിന്നെ നമുക്ക് ആദ്യമേ കുക്കർ വെച്ചിട്ട് ഈ സോക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിലടിക്കാം. ഉപ്പിട്ടിട്ട് അടച്ചു. അപ്പം സൈഡിൽ നമുക്ക് പാൻ ഹീറ്റ് ചെയ്ത് ഓയിലിട്ടിട്ട് വണ്ണയിലയും കറുവപ്പട്ടയും കൂടി ഇടാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി നിറമൊക്കെ മാറുമ്പോൾ ഇതിനോടൊപ്പം തന്നെ പച്ചമുളക് ഇടുന്നുണ്ടേ. അപ്പം ഇതൊന്ന് സോഫ്റ്റായി നിറം മാറി വരുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. പിന്നെ ഇപ്പം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റായി അരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതിത്രയാണ്. നല്ലോണം നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. പച്ചമണം ഒന്ന് മാറുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. എണ്ണയൊന്ന് വിട്ട് വരട്ടെ. എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ലോണം. കുറച്ച് ഉപ്പ് മസാലയിലൂടെ ചേർക്കാം. നമുക്ക് വേവിക്കാൻ വയ്ക്കുന്നതിനകത്ത് ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇതിലിടാൻ. അപ്പം കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. ഓക്കെ, നമുക്കിനി ഇത് കറിയിലേക്ക് തട്ടാം. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി ബോയിൽ വരട്ടെ. ബോയിൽ വരുമ്പോഴത്തേക്കിന് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് 2 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കിന് വാങ്ങാറാകുമ്പോഴാണ് കസൂരി മേത്തി ഇടുന്നത്. കസൂരി മേത്തി ഇടുന്നുണ്ട്, എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി കണ്ടോ, സൂപ്പറല്ലേ? ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. അത്രയേ ഉള്ളൂ. കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.